ഗൈസ്, അപ്പം നമുക്ക് ചില എൻക്വയറി ഉണ്ട്. ചെറിയ കിലോമീറ്റർ ഓടിയ സിംഗിൾ ആർ സിയിലുള്ള നീറ്റ് വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല ഫണ്ട് കുറവായിരിക്കണം, എന്നാൽ നീറ്റ് ആയിട്ടുള്ള ഒരു കാറും കിട്ടണം. അപ്പൊ അങ്ങനെ എൻക്വയറി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി സെലേറി നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. 2017 മോഡലാണ്, സിംഗിൾ ആർ സി കിടക്കുന്ന വണ്ടിയാണ്. വണ്ടിന്റെ ടയർ ഫ്രണ്ട് കോർണർ നിങ്ങൾ കണ്ടു, ഗ്രിപ്പ് മീൻസ് സ്ക്രാച്ച് കാര്യങ്ങളോ ഒന്നുമില്ല. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളും അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. മഴയായതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല വെള്ളമാണ്. പിന്നെ ഓട്ടോമാറ്റിക് ആണ് ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നത്. VXA ആണ് വേരിയന്റ് വരുന്നത്. ബാക്ക് ടയർ നോക്കിയിട്ട് അതും അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളും അവൈലബിൾ ആണ്. KL 13 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം നല്ല ഗ്രിപ്പുണ്ട്. വേറെ ടച്ചപ്പ് കാര്യങ്ങൾ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഫ്രണ്ടത്തെ ടയർ അത് അത്യാവശ്യം നല്ല ഗ്രിപ്പ് അവൈലബിൾ ആണ്. ഓവറോൾ എക്സ്റ്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ നീറ്റാണ്, സ്ക്രാച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു നീറ്റ് വണ്ടിയാണ്. ഇനി ഇന്റീരിയർ സൈഡ് നോക്കാം. സീറ്റ് കവർ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. സീറ്റ് കവർ നിലവിലില്ല. പിന്നെ ടോപ്പ് ആണെങ്കിലും സൈഡ് ആണെങ്കിലും നല്ല നീറ്റായിട്ട് ചെളി കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വൃത്തി തന്നെയുണ്ട്. നല്ലൊരു സ്റ്റീരിയോ മീൻസ് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങൾ വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കിലോമീറ്റർ വന്നിട്ട് 23,480 കിലോമീറ്ററാണ് ആകെ ഓടിയിട്ടുള്ളത്. AC കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ്. നല്ല കിടിലൻ സിസ്റ്റം ആണ് കേട്ടോ. നല്ല മ്യൂസിക് സിസ്റ്റം ആണ്. കൂടാണ്ട് നമുക്കിതാ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ആ ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബാക്ക് സൈഡ് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് എൻജിൻ റൂം നിങ്ങൾക്ക് നോക്കണമെങ്കിൽ കാണിച്ചു തരാം. ഉണ്ടോ, അപ്രോൺ സൈഡ് കാര്യങ്ങൾ വർക്ക് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കമ്പനി പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വരുന്നുണ്ട്. ബാറ്ററി അത്യാവശ്യം പുതിയ ബാറ്ററി തന്നെയാണുള്ളത്. ബാറ്ററിക്ക് വേറെ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നുമില്ല. ഉള്ളിൽ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി സെലേറിയോ. വെറും 23,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു നീറ്റ് വണ്ടി. ഡിക്കി സൈഡ് കേട്ടോ. കണ്ടോ, ഡിക്കി സ്റ്റെപ്പിന് ടയർ കാര്യങ്ങളൊന്നും തൊട്ടിട്ടില്ല. ബാക്ക് സൈഡിൽ വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റായിട്ടുള്ള ഒരു അടിപൊളി കമ്പനിയിൽ നിന്ന് എങ്ങനെയാണ് വണ്ടി ഇറക്കണം ആ ഒരു കണ്ടീഷനിൽ. ഇതിനാകെപ്പാടെ കുറവെന്ന് വെച്ചാൽ ഓടിയ ടയറിൻ്റെ ചെറിയ കുറവുണ്ട്. അതർവൈസ് വേറെ ഒരു കുറവും ഇല്ലാത്ത 2017 മോഡൽ സിംഗിൾ RC വണ്ടി, വെറും 23,000 കിലോമീറ്റർ ഓടിയ വണ്ടി. കസ്റ്റമർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 4,40,000 രൂപ. അത്യാവശ്യം നല്ല രീതിയിൽ ലോൺ അവൈലബിളും കിട്ടുന്നതായിരിക്കും കേട്ടോ. അത് വേണ്ടവർക്ക് അതിൻ്റെ മാക്സിമം സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ഒരു നീറ്റ് ഓട്ടോമാറ്റിക് വണ്ടി പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.